അതൊന്നുമില്ല. എന്ത് ഉമ്മമാനെ കണ്ടിട്ട് എന്ത് തോന്നാനാണ്? അങ്ങനത്തെ ഉമ്മമാർക്ക് എന്ത് ചെയ്യാം? ആ വസ്ത്രം താഴെ വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. എന്താ അള്ളാഹു പറയുന്നത്? എന്നാലും ആ വസ്ത്രം കൊണ്ട് മറക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ്. അള്ളാഹു ഒരു ഇളവ് തരികയാണ്, താഴെ വെച്ചേക്കണം, ആ മുഖം മറക്കുന്ന ജിൽബാബുകൾ എടുത്തു വെച്ചോളി, എന്നാൽ അത് വെക്കൽ തന്നെയാണ് ഖൈർ കേട്ടോ. കാലം ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ അള്ളാഹു തആലക്ക് അറിയൂലേ? സുബ്ഹാനല്ലാഹ്. എന്നാലും അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഭ്രാന്തന് ആ ഒരു ഉമ്മയോട് അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കള്ളുകുടിച്ചു വരുന്ന മനുഷ്യന്മാരാ, ഉമ്മയാണോ പെങ്ങളാണോ അങ്ങനെ തിരിയാത്ത കാലമാണ്. എന്നാൽ അത് ധരിക്കൽ തന്നെയാണ് കേട്ടോ ഖൈർ എന്ന് അല്ലാഹു തആല പറയുന്നു. വല്ലാഹു സമീഉൻ അലീം. ഇങ്ങനെ ഒരു നിയമം അല്ലാഹു ഇറക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണോ പിറുപിറുക്കാൻ പോകുന്നത്, ഇത് സമീഉൻ, അല്ലാഹു ശരിക്കും കേൾക്കുന്നവനാണ്. അലീം, ഇങ്ങനെ അല്ലാഹു ഒരു നിയമം അവന്റെ സൃഷ്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഉദിക്കാൻ പോകുന്ന ചിന്തകൾ, ഇതെല്ലാം അല്ലാഹുവിന് അറിയാം കേട്ടോ. ഇനിയിപ്പോ ചെറുപ്പക്കാരിയുടെ കാര്യം പറയണോ? വല്യമ്മമാരുടെ കഥയാണ് ഈ പറയുന്നത്. ഖുർആന്റെ ശൈലി നോക്കണം. അതങ്ങ് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇനി ഇത് എന്താ ഇനി പറയാൻ? അപ്പൊ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഒരു ഭാഗത്ത്, നമ്മളൊരു ഭാഗത്ത്, ഈ രീതിയിലാണ് ഇപ്പോ നമ്മുടെ ലോകത്തിന്റെ പോക്ക്. ഇങ്ങനെയാണ്. അല്ലാഹുലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു വിളിക്കാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ സദ്യകളിൽ, സൽക്കാരങ്ങളിൽ, കല്യാണങ്ങളിൽ ഉള്ള ഈ കൂടി കലരലുകൾ, അങ്ങാടികളിലൂടെയുള്ള പെണ്ണുങ്ങളുടെ വെലസലുകൾ, ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സംഭവങ്ങൾ, ജുമുഅ ജമാഅത്തിന് പോലും പോകരുതെന്ന് അല്ലെങ്കിൽ ഇസ്ലാം അങ്ങേയറ്റം ഡിസ്കറേജ് ചെയ്തൊരു വിഷയം. അതൊക്കെ നമ്മൾ ശരിക്കും പാലിക്കുന്നുണ്ട്. പക്ഷേ അവര് പല കാരണങ്ങളും പറഞ്ഞ് പല വേദികളിലേക്കും പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഉറൂസായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വാദ പരിപാടി തന്നെ ആയിരിക്കാം. എന്നാൽ തന്നെയും അള്ളാഹു പറഞ്ഞ മറ പാലിച്ചുകൊണ്ടല്ലാതെ അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള വേറെ വിഷയം. എന്നാ പിന്നെ പെണ്ണുങ്ങൾ അങ്ങാടി പോകുന്നില്ലേ? പോകുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആ ഭർത്താവിനുണ്ട്. അവരുടെ അവരുടെ കൈകാര്യകർത്താവ് ആരാണോ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഗ്രോണപ്പ് ആണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോയാൽ പള്ളി എങ്ങനെ നജസായത് കൊണ്ടാകും എന്നാണോ നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച്, പള്ളിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്താൻ കാരണം? അല്ല, അതുകൊണ്ടൊന്നുമല്ല. വ്യഭിചാരവും അതുപോലെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. അതിന്റെ സാഹചര്യം ഒരുക്കുന്നത് അവരാണ്. നല്ല അച്ചടക്കത്തിൽ പർദ്ദ ധരിച്ച് ജിൽബാബ് ധരിച്ച് നടന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നല്ല അച്ചടക്കത്തിൽ വേഷം വിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ ആരാണ് അങ്ങനെ വൈകാരികതയിൽ, മൃഗങ്ങൾക്ക് തോന്നുന്ന പോലെ വൈകാരികത ആർക്ക് തോന്നുന്നു? ആരോടായി തോന്നുന്നത്? ടീഷർട്ടും ടൈറ്റ് ജീൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തുറന്ന് കാണിച്ചിട്ടും അല്ലാതെയും നാലാളൊന്ന് നോക്കട്ടെ എന്ന ചിന്തയിൽ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കിട്ടും അല്ലേ? റേപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെ എന്ത് മനുഷ്യനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വൈകാരികത ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യ്, നിനക്ക് ഞാൻ സ്വർഗം തരാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം തരേണ്ട കാര്യം? തോന്നുന്നതൊക്കെ ചെയ്താൻ പറ്റുന്ന ലോകമാണെങ്കിൽ എന്തിന് അള്ളാഹു പ്രതിഫലം തരണം? അതുകൊണ്ട് ആണ് സൂക്ഷിക്കുകയും പെണ്ണ് ശരിക്കും സൂക്ഷിക്കുകയും. ആണുങ്ങൾ പുറത്തിറങ്ങിയേ പറ്റൂ. അവർക്ക് ജോലി നോക്കണം, അവർ കുടുംബം പുലർത്തേണ്ടവരാണ്. പെണ്ണിനോട് ജോലിക്ക് പോയിക്കോ, ഞാൻ പുറക്ക് നിൽക്കാമെന്ന് ഒരാണിനും പറയാൻ പാടില്ല. ആണ് ജോലിക്ക് പോകേണ്ടവനാണ്, അവനതിൽ ചോയ്സ് ഇല്ലെന്നാണ്. പെണ്ണ് ഓപ്ഷണൽ. അവൾക്ക് ഇസ്ലാമികമായ രീതിയിൽ ഒരു ജോലി അവൾക്ക് ലഭ്യമാണ്, അവൾക്ക് സാധ്യമാണ്. അവിടെ ഒരു ഇഖ്തിലാത്ത്, ആണ് പെണ്ണുങ്ങൾ മിങ്കിൾ ചെയ്യുന്ന പ്രശ്നമില്ല. വളരെ റാഹത്തായി ഇസ്ലാമികമായി പറ്റുന്നൊരു ജോലിയുണ്ട്. ഭർത്താവിന് സമ്മതവുമാണ്, അവൾ പൊയ്ക്കോട്ടെ. പെണ്ണിനെ പറഞ്ഞയക്കാൻ പാടില്ല ഭർത്താവ്. പക്ഷേ ഭർത്താവ് പുറത്തിറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോ അവര് പാലിക്കേണ്ട അച്ചടക്കം ഭയങ്കരമാണ്. ഗുരുതരമായ വീഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് വല്ല കേസുകളും നടന്നാൽ അങ്ങോട്ട് ഈ ചെയ്ത ആളുകളെ ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് സംഭവിക്കാനുള്ള പഴുതുകൾ അല്ലാഹു അടക്കുകയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. മൃഗങ്ങളെ പോലെ ജീവിക്കല്ല, മനുഷ്യനായിട്ട് ജീവിക്കുക. സുബ്ഹാനല്ലാഹ്, നീ മനുഷ്യനായിട്ട് ജീവിക്കുക, നീ മൃഗമായിട്ട് ജീവിക്കല്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന നീ ആബിദാവ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് ജീവിക്കുക. അള്ളാഹു പറഞ്ഞ വസ്ത്രവിധാനം നീ സ്വീകരിക്കുക.
ഒരു വൃദ്ധയോട് അല്ലാഹുവിന്റെ കൽപ്പന ഇതാണെങ്കിൽ ചെറുപ്പക്കാരികൾ, മറ്റു പെണ്ണുങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ വേഷം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഷമാക്കി അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. വൽ ഖവാഇദ് മിനൻ നിസാ, ഖാഇദ് എന്ന വാക്കിന്റെ പ്ലൂറലാണ് ഖവാഇദ് എന്ന് പറഞ്ഞാൽ. ഖാഇദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവർ എന്നാണ്, ഇരുന്നവൻ. പക്ഷേ സ്ത്രീകളുമായി മാത്രം ബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് ഫെമിനിനായിട്ട് ഉപയോഗിക്കൂല. ഇംറഅത്തുൻ ഖാഇദ്, അത് ശരിക്ക് ആണിന് പറയുന്ന പ്രയോഗമാണ് ഖാഇദ്. അതൊരു പെണ്ണിനെ പറ്റി പറഞ്ഞാൽ ഇതുപോലെ ഇനിയൊന്നും പ്രസവിക്കൂല, അങ്ങേയറ്റം പ്രായം ചെന്ന് ഒരു വിവാഹത്തിനൊന്നും ആവില്ല, അങ്ങനെ ഇരിക്കുന്ന പുരയിലിരിക്കുന്ന പെണ്ണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇംറഅത്തുൻ ഖാഇദ്. ഇംറഅത്തുൻ ഹാമിൽ, ഗർഭമുള്ള പെണ്ണിനെ ഹാമിൽ എന്ന് പറയാം. ഹാമിലത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹാമിൽ എന്ന് പറഞ്ഞാൽ അവൾ ചുമക്കുന്നു. എന്താ ചുമക്കുന്നത്? ബേബി അല്ലെ, ഒരു കുഞ്ഞിനെ ചുമക്കുന്നുണ്ട്. അപ്പോ ഗർഭിണിയായ പെണ്ണിന് ഇംറഅത്തുൻ ഹാമിൽ എന്നാ പറയാ. ഇംറഅത്തുൻ ബിക്ർ, കന്യകയായ പെൺകുട്ടിക്ക് ബിക്ർ എന്നേ പറയാം. ബിക്റത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇംറഅത്തുൻ സയ്യിബ് അങ്ങനെ പറയേണ്ടുള്ളൂ, സയ്യിബത്ത് എന്ന് പറയണ്ട. നേരത്തെ ഒരു പെണ്ണ് പുരയിലിരിക്കാണ്, അവൾ ഇരിക്കുന്നത് ഓഫീസിലല്ല. ഇംറഅത്തുൻ ഖാഇദത്തുൻ ഫിൽ ബൈത്ത്, അങ്ങനെ പറയും. ഒരു പെണ്ണൊരു ചുമട് ചുമന്നു പോകാൻ, അവളെ പറ്റി ഇംറഅത്തുൻ ഹാമിലത്തുൻ അലാ ദഹ്രിഹാ എന്ന് പറയും. പക്ഷെ ഹാമിൽ എന്ന് മാത്രം പറഞ്ഞാൽ ഗർഭമുള്ള പെണ്ണ് എന്നർത്ഥം. അവിടെ ഫെമിനിനായിട്ട് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാ, പെണ്ണുങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾക്ക്. അത് ഭാഷയുടെ ചില മനോഹരമായ വശങ്ങളാണ്. വൽ ഖവാഇദു മിനൻ നിസാ, എങ്ങനെ ഇരുത്തം ചെന്ന പെണ്ണുങ്ങൾ, അല്ലാത്തി എങ്ങനത്തെ പെണ്ണുങ്ങൾ, ലാ യർജൂന നികാഹൻ, നികാഹിനെ ഒരിക്കലും ആഗ്രഹിക്കുക പോലും ചെയ്യാത്തവർ, അങ്ങനത്തെ പെണ്ണുങ്ങൾ. ഫലൈസ അലൈഹിന്ന ജുനാഹ്, അവർക്ക് വിരോധമില്ല. അല്ലാഹു ഒരു ഇളവ് കൊടുക്കുകയാണ്, റുഖ്സ കൊടുക്കുകയാണ്, ഒരു എക്സ്ക്യൂസ്. സാരല്ല. എന്തിന്? അയ്യലഅന തിയാബഹുന്ന, അവരുടെ വസ്ത്രം താഴെ വെക്കുന്നതിന് വിരോധമില്ല. ഇതിനർത്ഥം ആകെ ന്യൂഡായിട്ട് നിൽക്കാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? ഫസ്രീങ്ങൾ പറയണം. എന്താണ് അതിന്റെ അർത്ഥം? ഇമാമുന ഖുർതുബി റളിയല്ലാഹു തആല പറയാണ്, അന്നൽ മർഅത അൽ ഖാഇദ് കശാബത്തി ഫി തസത്തുർ, പ്രായം ചെന്ന ഉമ്മൂമ്മയും ഒരു ചെറുപ്പക്കാരി പെണ്ണിന്റെ നിയമം തന്നെയാണ് അവൾക്കുമുള്ളത്. ജിൽബാബ് എടുത്തു വെക്കാൻ അല്ലാഹു തആല അനുമതി കൊടുത്തു. ജിൽബാബ് ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ വസ്ത്രവും ധരിച്ചിട്ട് അതിന്റെ മേലെ പെണ്ണുങ്ങൾ ഒന്നാകെ ധരിക്കുന്ന ഒരു മേൽവസ്ത്രമുണ്ട്. പിന്നെ ഇറാനികളായ പെണ്ണുങ്ങളൊക്കെ ഇത് ധാരാളം ധരിക്കുന്നു എന്ന് തോന്നുന്നു. ആ ഒരു ഒറ്റ വസ്ത്രം, ഒരു മേൽത്തട്ടം, അത് താഴെ വരെ കാണും, ഒന്നാകെ മൂടുന്നൊരു, അതിനാണ് ഈ വാക്ക് പ്രയോഗിക്കുന്നത്. ആ ഒരു വസ്ത്രം എന്ന ശരീരത്തിന്റെ അളവും സൈസും പുറത്തു കാണരുത് എന്നർത്ഥം. ആ വസ്ത്രം ഈ ഉമ്മൂമ്മമാർ താഴെ വെക്കുന്നതിന് വിരോധമില്ല. അതങ്ങനെ നെഞ്ചത്തടി കൊള്ളുകയാണല്ലേ പടച്ചോനെ, ഉമ്മൂമ്മമാരോടാണ് ഈ പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്? വസ്ത്രം, നിങ്ങളുടെ സൗന്ദര്യം ഭർത്താവിനെ കാണിച്ചു കൊടുത്തോ. നീ വസ്ത്രം ഇട്ടിട്ടോ ഇടാതെയോ നിന്റെ ഭർത്താവിന് അത് അനുവദിക്കപ്പെട്ടു, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല. കുറച്ച് ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ UK-ല് മുസ്ലിമായ അവിടുത്തെ ഒറിജിനൽ വൈറ്റ് ഒറിജിനായ കുറച്ച് സഹോദരിമാർ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്, മേക്ക് മീ എ മുസ്ലിം എന്ന് പറഞ്ഞിട്ട്. BBC ഡോക്യുമെന്ററി, BBC ചെയ്തൊരു ഡോക്യുമെന്ററി ഉണ്ട്. എങ്ങനെയൊക്കെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്ത് നിന്നാണ് ഹിജാബിന്റെ ലോകത്തേക്ക് പെണ്ണുങ്ങൾ വരുന്നത്. ഒരു പെണ്ണതിൽ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന പെണ്ണ, പക്ഷേ ഞാൻ എന്റെ ശരീരം പുറത്തു കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ശരീരത്തിലെ ആകർഷണമുള്ള ഭാഗങ്ങൾ ഞാൻ മറ്റുള്ളവനെ തുറന്നു കാണിച്ച് റോട്ടിലൂടെ നടന്നാൽ ഞാൻ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എന്തിന് ഞാനത് ചെയ്യണം? അതിന്റെ ഉള്ളിലൂടെ ഞാൻ വിളിച്ചു പറയുന്ന വാക്കെന്താണ്? തോന്നിവാസമല്ലേ ചെയ്യുന്നത്? നിനക്ക് അങ്ങനെ വല്ല തോന്നിവാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ എന്ന വ്യഭിചാരത്തിന്റെ വാക്കല്ലേ, സ്വരമല്ലേ ആ വസ്ത്രത്തിലൂടെ നടക്കുന്നത്? എന്തിന് ഞാനത് ചെയ്യണം? എനിക്ക് എന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ള പെണ്ണാണ് ഞാൻ. ഇസ്ലാമിന്റെ ഈ നിയമം ഇറ്റ്സ് ഫുള്ളി അപ്പീലിംഗ് ടു മീ, അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ് ഹിജാബിലേക്ക് വന്ന വളരെ ചെറുപ്രായക്കാരായ ഒരുപിടി സഹോദരിമാർ അവരുടെ അനുഭവം പറയുന്ന ഒരു ഡോക്യുമെന്ററിയാണ് മേക്ക് മീ എ മുസ്ലിം. വേറെയുണ്ട് മോം ഐ ആം എ മുസ്ലിം എന്ന് പറഞ്ഞൊരു കനേഡിയൻ മുസ്ലിംകളുടെ അവിടുത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് നമുക്കിത് വലിയ അലർജിയാണ്. അവരിത് സത്യം മനസ്സിലായി, എന്തൊരു വലിയ ആദരവാണ്. അവൾക്ക് റെസ്പെക്ട്, അവൾക്ക് ആദരവ് എല്ലാം നേടിക്കൊടുക്കില്ലേ. ആരും അവളെ ഒരു കഴുകക്കണ്ണോടുകൂടെ നോക്കില്ല. എന്നാലൊന്ന് നോക്കണം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പെണ്ണുങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ചികിത്സ ഈമാൻ കൊണ്ട് തുടങ്ങേണ്ടതാണ്. അതൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടുവരുന്ന അപകടമാണ്.
ഇതൊന്നും അറിയാത്തത് കൊണ്ട് എന്താണ് അള്ളാഹുവിന്റെ നിയമമെന്തും എന്തിനാണ് നമ്മൾ ഇവിടെ എന്നും അറിയാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവുന്നില്ല. യാ അല്ലാഹ്, അതുകൊണ്ട് അവർക്ക് ചികിത്സ ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചിട്ട് തുടങ്ങണം. അവർക്കത് അറിയില്ല, അവർ പഠിക്കണം, അവരറിയണം. പറയാണ്, ചെറുപ്പക്കാരികൾക്കുള്ള നിയമം എന്താണോ അത് തന്നെയാണ് വൃദ്ധയായ പെണ്ണിന്റെയും നിയമം. പക്ഷേ അള്ളാഹു ഇങ്ങനെ ഒരു ഇളവ് അവർക്ക് കൊടുക്കാൻ. വസ്ത്രം എടുത്തു വെക്കുക. നേരെ പരിഭാഷ വായിച്ചാൽ ഒരു വസ്ത്രം എടുക്കാതെ നിൽക്കാൻ പറ്റും ഉമ്മൂമ്മമാർക്ക് എന്ന് തോന്നിപ്പോകും. അതല്ല അതിനർത്ഥം. അവളുടെ വീട്ടിനുള്ളിൽ വസ്ത്രം താഴെ വെക്കുന്നതിന്റെ വിരോധം. ഏത് വസ്ത്രം? മേൽവസ്ത്രം, മുഖം മറക്കുന്ന വസ്ത്രം, എല്ലാം ഔറത്ത് മറച്ച് ആ മുഖം മറക്കുന്ന ജിൽബാബ്, അല്ലെങ്കിൽ ആകെ മേലെ ധരിക്കുന്ന ജിൽബാബ്, അബാഅത്ത് എന്ന് പറയുന്ന അബാ, അത് എടുത്തു വെക്കുന്നതിന്റെ വിരോധമില്ല. തമാമൻ പറയാ ഇതവളുടെ വീട്ടിൽ മാത്രമാണ്. പുറത്തിറങ്ങുമ്പോ അവളും ആ ഉമ്മയും മുഖം മറക്കേണ്ടവളാണ്. പറഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാരികളെ കുറച്ച് കഴിഞ്ഞാൽ വേഷത്തിലാവൂലേ? നമ്മളൊക്കെ വേഷന്മാരാവൂലേ? അപ്പൊ ഈ നിയമം പഠിച്ചു വെക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരി പെണ്ണിനോടൊക്കെ ഇത്താ താത്താന്നൊക്കെ വിളിച്ചാൽ അവൾക്ക് ഭയങ്കര ഒഫൻഡഡ് ആയി തോന്നുന്ന, ഇന്ന താത്താന്ന് വിളിക്കുക, എനിക്ക് പ്രായം എന്ത് പ്രായം ഉണ്ടായിക്കൂടെ? പിന്നെ അവര് കുറച്ച് നേരത്തെ വന്നു എന്നല്ലേ അതിന്റെ അർത്ഥമുള്ളൂ. ഇത് കേട്ടൂടെ അവർക്ക്? എന്താണ് അതിന്റെ പൊരുളെന്ന് എനിക്കറിയില്ല. ഇനി ഒരു കല്യാണം കഴിക്കാൻ നടക്കുകയാണോ? അല്ല, എനിക്ക് എന്തേ പ്രായം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പേര് കുഴപ്പം? പ്രായം ആയി എന്ന് പറഞ്ഞാൽ എന്താ പേര് തകരാറ്? നിനക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു സ്വകാര്യമായ ചില ചിന്തകൾ കിടക്കുന്നുണ്ട്. അതാണ് ആ പുറത്തു വരുന്നത്. ഞാനൊക്കെ ഇപ്പോൾ 1-ാം നമ്പർ ചെറുപ്പക്കാരനെയാണ് എന്ന് തോന്നിക്കോ എന്നർത്ഥം അല്ലേ? സുബ്ഹാനല്ലാഹ്. കഴിയെങ്കിൽ വയസ്സ് കൃത്യമായിട്ട് പറയും, ഇല്ലെങ്കിൽ ഒരു വയസ്സ് ഏറെ പറഞ്ഞേക്ക് എന്നല്ലാതെ കുറക്കണ്ട. അതിലൊന്നും ഒന്നിരിക്കണില്ല. ദുനിയാവിൽ കുറച്ച് നേരത്തെ ഒന്ന് വരാൻ അള്ളാഹു സൗകര്യം തന്നു എന്നല്ല ഇതിനർത്ഥം. അൽഹംദുലില്ലാഹ്, നല്ലതൊരു സീനിയോറിറ്റി ഒന്നാർക്കും വേണ്ട. അപ്പോ നിയമം ഇങ്ങനെയാണ്. വീട്ടിനുള്ള ഉള്ളിൽ പ്രശ്നമില്ല. അവർ വഴിയിലേക്ക് ഇറങ്ങിയാൽ അവരുടെ മറ്റു വസ്ത്രങ്ങളെല്ലാം മറക്കുന്ന മേൽവസ്ത്രം ധരിച്ചിട്ടേ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. വീട്ടിന്റെ ഉള്ളിലാണ് ഈ നിയമം. അതെവിടെ നിന്ന് കിട്ടി? വീട്ടിന്റെ ഉള്ളിലാണ് ഈ നിയമം എന്ന് മുഫസ്സിരീങ്ങൾ എവിടെ നിന്ന് മനസ്സിലാക്കിയെടുത്തു? ഈ ആയത്തിൽ നിന്നാണ്. പുറത്തു പോകുന്നവരല്ലാത്ത അവസ്ഥയിൽ. പുറത്തു പോകണമെന്നില്ല. തബർറജ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തബർറജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഇസ്ലാമിന്റെ മുമ്പ് നിങ്ങൾ അങ്ങനെ യഥേഷ്ടം റോഡിലൂടെ വലസിയിരുന്ന പെണ്ണുങ്ങളെ ആ പണിയൊക്കെ നിർത്തണം എന്ന് പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വലാ തബർറജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾക്ക് അതിന്റെ എക്സ്ട്രീം സീക്രസിയും പ്രൈവസിയും കീപ്പ് ചെയ്ത് പറ്റുമോ? നിങ്ങൾ ചെയ്തോ. എന്നല്ല, അന്യ ആളുകൾ നോക്കുന്ന രീതിയിൽ അന്യ ആളുകളുടെ ഇടയിലൂടെ ഒരു അത്യാവശ്യത്തിൽ ഡോക്ടറെ അടുത്തൊക്കെ പോവാൻ കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ പോവാൻ, അതല്ല വിഷയം. ആളുകളുടെ ഇടയിലൂടെ യഥേഷ്ടം ആളുകൾ നിന്നെ നോക്കുന്നത്, നിന്നെ കാണാൻ ഇടവരുന്നത്, ആ ആണുങ്ങൾക്ക് കിട്ടുന്ന കുറ്റം, അതിന് നീ വരുത്തി വെച്ചിട്ടുള്ള അവസരം, ഇതിനൊക്കെ നീയും കുറ്റക്കാരിയാണ്. ഇതാണ് ശറഅ് പറയാനുള്ള കാരണം. ഇതുകൊണ്ടാണ് നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മുടെ ഇമാമിയങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പോലും ഈ കാർക്കശ്യം സ്വീകരിക്കാൻ കാരണം ഇതാണ്. മേലെ തല പോയാൽ അള്ളാഹുവിന് കുറച്ച് കൂലി ഏറെ കിട്ടുള്ളൂ, വേറെ ഒരു നഷ്ടവും ഈ അഭിപ്രായം സ്വീകരിച്ചത് കൊണ്ട് വരാൻ പോണില്ല. എന്താ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ? എന്താണ് ഹദീസ്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയരുത്. അതിനർത്ഥം എന്താ? ഈ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും. എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും. അങ്ങനത്തെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട. നിങ്ങൾ പറഞ്ഞോളി എന്നാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ്. മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ. നമ്മുടെ ഉലമാഇന്റെ ചലഞ്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാര്യ പോലും ഒരു ജുമുഅ ജമാഅത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ്. തെളിയിക്കാൻ പറ്റില്ല. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിപ്രായം പറഞ്ഞു. എങ്ങനെ? അവരുടെ വീടിന്റെ മതിൽ പള്ളിയാണ്, അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുതുബ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം, പള്ളി പോയതിന് തെളിവല്ല. അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമുഅ ജമാഅത്തിനും സംബന്ധിച്ചിട്ടില്ല. വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആതിക ബീവിയെ കല്യാണം കഴിച്ചവരല്ലേ? ആതിക ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് പള്ളിയിൽ പോവാൻ താല്പര്യമായിരുന്നു. എനിക്ക് പോണെന്ന് പറഞ്ഞു. തടയാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? തടഞ്ഞില്ല ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ
മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ സ്വഹാബത്തിന്റെ നിലപാട്? നമ്മളൊരു ഹദീസ് കഴിഞ്ഞ പരസ്യം പറയാ, നമ്മൾ അങ്ങ് അഭിപ്രായം ഫത്വയും കൊടുക്കുക. സ്വഹാബത്ത് എന്തത് മനസ്സിലാക്കി? അവർ പോയതോ സുബ്ഹിക്കും ഇശാഇനും ലാ യുഅറഫന മിനൽ ഗലസി, രാത്രിയുടെ ഇരുട്ട് കൊണ്ട് ആണോ പെണ്ണാന്ന് പോലും തിരിയില്ല, സുരക്ഷിതമുള്ള നാടാണ്. അങ്ങനെ അവർ പോയി ളുഹറിനും അസ്റിനും പള്ളിക്ക് ജുമാക്ക് പോയി എന്നല്ല ഇതിന്റെ അർത്ഥം. ലാ യുഅറഫന മിനൽ ഗലസ്, ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല ആൾക്കാർക്ക്. അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞേക്ക്, ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആറ്റിക ബീവി റളിയല്ലാഹു തആല അൻഹ ഇശാ നിസ്കരിച്ച് വരുമ്പോ ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു. ആറ്റിക ബീവി നടന്നു പോവാൻ ഉമർ തങ്ങൾ ബാക്കിൽ നിന്ന് ഒരൊറ്റ തോണ്ടൽ ആറ്റിക ബീവിന്റെ ബാക്കിൽ. യാ അല്ലാഹ് ഫസദ സമൻ എന്ന് ആറ്റിക ബീവി ഒരൊറ്റ ഓട്ടം ഉമർ തങ്ങൾ ഷോർട്ട് കട്ടിന് പോയി പരിയിലെത്തിയിട്ടുണ്ട്. ബേജാറായിട്ട് വന്നിട്ട് പറയാ, ഉമറേ നാട് നാശമായിട്ടുണ്ട്, ഉമറേ ആളുകൾ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാ തോണ്ടിയത്? സ്വന്തം ഭർത്താവാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തിനായി പണി ചെയ്തത്? സ്വഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥം അതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. അവർക്ക് ഹദീസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കും? പെണ്ണുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും, പക്ഷെ അതാണോ നമ്മൾ ചെയ്യണം? അള്ളാന്റെ ഇഷ്ടമല്ലേ? അതല്ലേ ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഉലമാ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം. എന്നല്ല പള്ളി വന്ന നെരസായത് കൊണ്ടല്ല, അവർക്കത് പുണ്യമല്ല. പള്ളി വന്നിട്ട് കൂലി കിട്ടുമോ? ഇല്ല. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അതിന്റെ തൊട്ടപ്പുറത്ത് ആദ്യം അത് മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും? ഇങ്ങനെ പള്ളിയിലേക്ക് വരിൻ എന്ന് ഈ യൂണിയന്റെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീസിന്റെ നേർ ബാക്കി എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ പൊരയിൽ അവർ നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഖൈർ. എന്തിനായി കൊണ്ടുപോകും? അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ? അവർക്ക് കൂലി കിട്ടുന്നത് പൊരയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ പറയാ പള്ളിയിലാണെന്ന്. ഏത് സ്വീകരിക്കണം? അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീസുകൾ മനസ്സിലാക്കേണ്ടത്. വൃദ്ധയായ പെണ്ണിന് പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം, അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടേ ഗൈറ മുതബദ്ദിജാത്തിൻ ബിസീന. ഇത് പള്ളിയിലേക്കുള്ള പോക്കിന്റെ ബാധകമാണ്, സ്വലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന്റെ ബാധകമാണ്, ഉറൂസിലേക്ക് പോകുന്നതിന്റെ ബാധകമാണ്, സിയാറത്തിന് പോകുന്നതിന്റെ ബാധകമാണ്, ഷോപ്പിങ്ങിന് പോകുന്നതിന് ബാധകമാണ്, കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോഴും അള്ളാഹുവിന്റെ നിയമം ഇത് തന്നെയാണ്. ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നിയമം എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മൾ ആരും അതിനെ ന്യായീകരിക്കരുത്. ദീനിന്റെ നിയമം തന്നെയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം. അത് നാമും അല്ലാഹും തമ്മിലുള്ള ഹിസാബിന്റെ വിഷയമാണ്. പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല. നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ്. അങ്ങേയറ്റത്തെ അച്ചടക്കത്തോടുകൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ശരീഅത്തിലാണ് നമ്മൾ യഥേഷ്ടം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത്. ജുമുഅ ജമാഅത്തിൽ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നത്. അതിന് ഒരുപാട് ആളുകൾ സിന്ദാബാദ് വിളിച്ചു അല്ലേ? എന്താ ഇപ്പൊ ഉണ്ടായത്? പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിഷ്പക്ഷമായി ഇതിനെ വീക്ഷിക്കുകയാണ്. ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ ആണുങ്ങളെ പോലെ കയ്യും കീശി നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് എവിടെ മുതലാണ് ഇതുണ്ടായത്? ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്വമോ ഇല്ലാതെ നെഞ്ചു വിരിച്ച് നടക്കുക. ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ മതി, ജമാഅത്തിന് പോവുക, ജുമാക്ക് പോവുക എന്ന് പറഞ്ഞ് നടന്ന ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ മിനിമം മോഡസ്റ്റി, അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ ആണും പെണ്ണെന്താ വ്യത്യാസം? പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ? ഒരു മഫ്തങ്ങ് കുത്തിയാ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടെന്ന് വന്നോ? ആര് പഠിപ്പിച്ചു ഇത്? എവിടെന്ന് കിട്ടി ഈ നിയമം? ഇതിന്റെ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല. എന്തെങ്കിലും പറഞ്ഞോ? അള്ളാഹുവിന്റെ ദീൻ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത്രേ ഇവിടെ പ്രശ്നമുള്ളൂ. തടയണ്ട എന്ന് പറഞ്ഞാൽ നിയമം തടയണ്ട എന്ന് തന്നെ. പക്ഷേ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ലൗ റഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹദത്തൻ നിസാ, ഇന്ന് പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ, പള്ളിയിലേക്ക് നിങ്ങൾ വരരുതെന്ന് എന്റെ ഹബീബ് അവരോട് പറയുമായിരുന്നുവെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ എന്ന് 1-ാം നൂറ്റാണ്ടിലെ ചർച്ചയാണത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടാൽ നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. സ്വഹീഹായ ഹദീസല്ലേ? ഇതൊന്നും നോക്കൂല. ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല.
ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിയമം ഇതാണ്. സ്വഹാബത്ത് എന്താണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കിയതെന്ന് ചിന്തിക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആ ഹദീസ് അറിഞ്ഞിട്ടില്ലേ? അവർ പോയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ഒരു ഹദീസ് കൊണ്ട് പോലും അവിടുത്തെ ഒരു ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമുഅ ജമാഅത്തിനെ സംബന്ധിച്ചതായിട്ട് തെളിവില്ല. പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്, ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു. അങ്ങനെ കാണാം. ആര് പോയില്ല? ഹബീബിന്റെ ദീൻ പഠിച്ച അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒരാൾ പോലും പോയതിന് തെളിവില്ല. ഇറ്റ്സ് എ ചലഞ്ച്. അപ്പോ ഒച്ചപ്പാടുകളൊക്കെ വെറുതെ ചെയ്യല്ല. ദീൻ ദീനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം പറയും. നീ എന്ത് ചെയ്തോ, നീയും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത്. ആ പെണ്ണുങ്ങൾക്ക് പറയുന്ന കിട്ടുന്ന 27 ജമാഅത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ? ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖം മറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും മിങ്കിളാവാനുമുള്ള അവസരമുണ്ടാക്കി തീർത്ത ആ ഓരോ കാഴ്ചകൾക്ക് കുല്ലു നദറത്തിൻ സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ്, ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും പിശാചിന്റെ വിഷത്തിൽ മുക്കിയ അമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. അതിന് അവസരമുണ്ടാക്കിയതിന് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ? അതുകൊണ്ട് പെണ്ണുങ്ങൾ, സഹോദരിമാർ മനസ്സിലാക്കണം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉഖ്റവിയായ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ. നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റൂ. ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ മാത്രമല്ല, എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ്. ഉറൂസ് നടക്കാന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ഈ നിയമം, ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? നിങ്ങൾ പൊയ്ക്കോ. ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തോ. എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീൻ, അവന്റെ നിയമം ലാ മുബദ്ദില ലികലിമാതി, നിയമത്തിന് മാറ്റാൻ പറ്റില്ല, നിയമത്തിന് മാറ്റമില്ല. വൽ ഖവാഇദു മിനൻ നിസാ, വൃദ്ധകളായ പെണ്ണുങ്ങൾ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ മുതബദ്ദിജാതിൻ ബിസീന, അവര് ഭംഗി കാണിച്ചു കൊടുത്ത് നടക്കരുത്. മൈലാഞ്ചി കാണിക്കുക, ആഭരണങ്ങൾ കാണിക്കുക, കാലിൽ പാദസരമിട്ട് ശബ്ദമുണ്ടാക്കി നടക്കുക. ഉമ്മമാരോട് അല്ലാഹുവിന്റെ നിയമം ഇതാണ്, ചെയ്യരുത്. ഇങ്ങനെ അള്ളാഹു ഇളവ് തന്നാൽ പോലും അവിടെയും ഏറ്റവും നല്ല മറ സ്വീകരിക്കൽ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഖൈർ കേട്ടോ. ആർക്ക്? വൃദ്ധകൾക്ക് പോലും ഖൈർ പരമമായ അച്ചടക്കം പാലിക്കൽ തന്നെയാണ്. ഒരിക്കലും തന്നെ ഭംഗി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കല്ല. പെണ്ണെന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു നല്ല കുടുംബത്തിന്റെ അസ്ഥിവാരമാകാനാണ്. ഉമ്മൂമ്മമാർ പെൺകുട്ടികൾക്ക് മാതൃകയാകണം. ഉമ്മൂമ്മമാരെ കണ്ടാണ് പേരമക്കൾ പഠിക്കുന്നത്, ഉമ്മൂമ്മമാരെ കണ്ടാണ് ചെറുപ്പക്കാരികൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് വീട്ടിലെ ഉമ്മൂമ്മമാർ ഏറ്റവും നല്ല മാതൃകകളാകണം. ഇതല്ലേ അള്ളാഹു പഠിപ്പിക്കുന്നത്. വൽ ഖവാഇദു മിനൻ നിസാ, അവരെ കണ്ടിട്ട് വേണം ചെറുമക്കൾക്ക് ആവേശം. ഉമ്മയുടെ വസ്ത്രവിധാനം കണ്ടിട്ട് കുഞ്ഞു മക്കൾക്ക് അതിൽ ആകർഷണം തോന്നണം. ഇന്നല്ലാതെ ഒരു സുപ്രഭാതത്തെ നാളെ മുതൽ എല്ലാം മറച്ചു നടക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് വീട്ടിൽ മാതൃകകൾ ഉണ്ടാകണം എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, അന്യ ആണുങ്ങളുമായുള്ള ഇടപെടലാണ് ഈ പറയുന്നത്. നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉമ്മയും വാപ്പിയുള്ള ലോകത്തുള്ള നിയമം വേറെയാണ്. നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അന്യ ആളുകളുമായുള്ള ഇടപഴക്കത്തിൽ ഇത് വിഷയമാണ്. അന്യ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മക്കൾ പെട്ടു അന്യ ആണുങ്ങളാണ് അല്ലേ? നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അങ്ങേയറ്റം ഫ്രീഡം സ്വീകരിക്കാറുണ്ട്. പറ്റുമോ? ഇല്ല. അമ്മായിയുടെ മകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്? ഹറാമാണ്. പടച്ചോൻ, എന്റെ അമ്മായിന്റെ മോളെ ഞാൻ എത്ര സലാം പറഞ്ഞു മുസാഫത്ത് ചെയ്ത് കൈ കുത്തിയിട്ടുണ്ട്. ഹറാമാണ് മുഅ്മിനെ, ഹറാമാണ്. നിന്റെ മൂത്താപ്പയുടെ മകൾ നിനക്ക് ഹറാമാണ്, അവളെ കൈ കൊടുക്കാൻ പറ്റില്ല, അവളോട് നീ സലാം പറയേണ്ട കാര്യം പോലും ഇല്ല. എന്തേ? നിനക്കവൾ മഹ്റമല്ല. പൊട്ട ഒന്നും അറിയില്ലേ? നിനക്ക് കല്യാണം കഴിക്കാൻ ജായിസ് അല്ലേ? അങ്ങനത്തെ ആണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങൾ, അത്തരക്കാർ അന്യ ആളുകളുടെ മുമ്പിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ എല്ലാവരും തൗബ ചെയ്തേക്കിൻ. കാരണം ഈ വിഷയങ്ങളിൽ പാളിച്ചകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അല്ലാഹു പറയാണ് തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണ്ടേ? എല്ലാവരും തൗബ ചെയ്തേക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ ആ ആയത്തിന്റെ അവസാനത്തിൽ? എന്തേ? കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിചാരിക്കും ഇതൊക്കെ വളരെ അടുത്ത കുടുംബങ്ങളാണെന്ന്. അല്ല. നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനിയത്തിയും, നിന്റെ പിതാവിന്റെ സഹോദരിമാർ, നിന്റെ സഹോദരിയും സഹോദരിയുടെ മക്കൾ, സഹോദരൻ സഹോദരന്റെ മക്കൾ, ഇവരൊക്കെയല്ലേ നിന്റെ മഹ്റമുകളായിട്ടുള്ള ആളുകൾ? ബാക്കിയുള്ളവരൊക്കെ അന്യരല്ലേ? ഏതാനും ചില ആളുകൾ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞ ആ കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കണം. ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റുക? ആരുടെ മുമ്പിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടത്?
ഗൈറ മുതബർരിജാത്തിൻ ബിസീന, ഭംഗി പുറത്ത് കാണിച്ച് നടക്കല്ല. യാ അല്ലാഹ്. عن ابي هريره رضي الله عنه قال اشرف الخلق صلى الله عليه وسلم പഠിപ്പിക്കുന്ന ഹദീസ്, സിൻഫാൻ മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആണുങ്ങളാണ്, ഒന്ന് പെണ്ണുങ്ങളാണ്. സിൻഫാൻ മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. മിൻ അഹ്ലിൻ നാർ, നരകത്തിലേക്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖറ, ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ സിയാത്തുൻ ചാട്ടവാറുകളുണ്ട്. കഅദ്നാബിൽ ബഖറ, പശുക്കളുടെ വാല് പോലോത്ത കയറ് പോലോത്ത ചാട്ടവാറുകളുള്ള ആളുകൾ. എന്താ അവർ ചെയ്യുന്നത്? യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട്. ജനങ്ങളങ്ങനെ അടിക്കുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നു, മുഹദ്ദിഥീങ്ങൾ പറയുന്നത് ചില നിയമപാലകന്മാരെ കുറിച്ചാണെന്ന്. ജനങ്ങളെ അടിക്കുന്നവർ, ജനങ്ങളെ അടിച്ചോടിക്കുന്ന ആളുകൾ, അന്യായമായി ജനങ്ങളെ വടികൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ, ഞാനവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അടുത്തതാരാണ്? നിസാഉൻ ഖാസിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷേ അവർക്ക് വസ്ത്രമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണവർ. മുമീലാത്തുൻ, ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ചു പെരുമാറുന്നവരാണ്. മുഅ്മിനേ, ഇത് സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ ഇത്തരക്കാരായ ആളുകൾ, പെണ്ണുങ്ങൾ. മായിലാത്തുൻ, ഇങ്ങോട്ട് കൊഞ്ചിക്കുഴഞ്ഞാടുന്നവർ. ഒരു ചോദ്യത്തിന് 10 മറുപടി. മുമീലാത്തുൻ, മുമീലാത്തുൻ, ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ, പുതിയ പുതിയ സ്റ്റൈൽ കൊണ്ടുവരുന്നവർ, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടും നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ? മേലോട്ട് കുടുമയായി മുടി മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം, അത് മുസ്ലിമീങ്ങളിലേക്ക് വന്നപ്പോ ഒന്നാകണ് പൊന്തി, യൂറോപ്പുകാരനെ പൊന്തിച്ചു വെച്ച് തുടങ്ങി. അത് നമ്മളങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ടങ്ങ് പൊന്തിച്ചിട്ട് ഒരു പൂഞ്ഞ, ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. നടക്കുമ്പോ അങ്ങനെ ആടും, പൂഞ്ഞയാടും. ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ഹീലുള്ള ചെരുപ്പും കൂടിയാണെങ്കിൽ യാ അല്ലാഹ്, കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ തലയിലെ മുടിക്കെട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും. അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷെ അത് ഇല്ലാത്തതിന് തുല്യമാണ്. അവരാണുങ്ങൾ ആകർഷിക്കാൻ, പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ഹറാമ് ചെയ്യിക്കാൻ വേണ്ടി, അവരെ ആകർഷ്ടനാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന പെണ്ണുങ്ങൾ, വ്യഭിചരിക്കണം എന്ന് വിളിച്ചു പറയാണ് ശരീരത്തിലൂടെ. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലത്ത് അവർ വരാനിരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ സ്റ്റൈലൊക്കെ വന്നത്? ഈ കാലത്തല്ലേ? നമ്മൾ ഗൾഫൊക്കെ വരുന്നതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ? ഇല്ല. പെണ്ണുങ്ങളൊക്കെ മുടിയൊക്കെ മുടഞ്ഞിട്ടിരുന്നു അല്ലേ? ഇങ്ങനെ പാല് ഡബ്ബയും തൈരിന്റെ ഡബ്ബയൊക്കെ വെച്ചിട്ട് വെച്ച് കിട്ടുന്ന പെണ്ണുങ്ങൾ. റിയലി, ഐ ആം നോട്ട് ജോക്കിംഗ്. പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കുകയാണെന്നാ. അതിന്റെ വേറെ കുറെ ആക്സസറീസ് വേറെ, അതൊന്നും കിട്ടാത്തവര് പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കിന്റെ വില മനസ്സിലാക്കണം. വഹയല്ലേ ഈ പറയുന്നത്? ശരീരം മുഴുവൻ മറച്ച് അതിന്റെ മേൽ വസ്ത്രം പോലെ മറച്ച് ജീവിക്കുന്ന സ്വഹാബത്തിന്റെ വനിതകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട്, അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ്. ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴില്ലേ? അത് ഏത് രാജ്യക്കാർ ആര് ചെയ്യുന്നു? ഇതല്ല വിഷയം, മുസ്ലിമീങ്ങൾ ചെയ്യുന്നു. ഇത്തരക്കാർ ലാ യദ്ഖുൽനൽ ജന്ന, ഈ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല. വലാ യജിദിന റീഹഹ, ആ സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധ മണം പോലും, അതിന്റെ പരിമളം പോലും അവർക്ക് ലഭ്യമല്ല. വ ഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദാ വകദാ, നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ സ്വർഗ്ഗത്തിന്റെ മണം കിട്ടും. അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ, പക്ഷേ വാസന അങ്ങനെ വരും. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുക
കാണുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാ, നാട്ടുകാർക്കുള്ളതല്ല. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടതാ. അത് നിങ്ങൾക്ക് അങ്ങോട്ടും അവരുടെ ഇങ്ങോട്ടും നാട്ടുകാർക്ക് കാണിക്കാനുള്ളത്, റോട്ടിലൂടെ ഇറങ്ങി കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നീ മോഡസ്റ്റായിട്ട് ജീവിക്കുക, അച്ചടക്കത്തിലും അന്തസ്സിലും ജീവിക്കുക. നീ കച്ചവടച്ചരക്കാക്കല്ല. നീ വിളിച്ചു പറയുന്നത് എന്താണ് നീ വിളിച്ചു പറയുന്നത്? നിന്റെ വസ്ത്രത്തിൽ നിന്റെ ശരീരത്തിന്റെ അഴകും തൊലിനിറം കാണിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? എന്താണ് നീ പറയുന്നത്? എന്താണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ ഇങ്ങോട്ട് വാന്നോ, എന്റെ അടുത്തേക്ക് വാന്നോ, അല്ലെ എന്നൊന്ന് കണ്ടോ, എന്ന് തൊട്ടോ, എന്ന് നോക്കിക്കോന്നോ, എന്താണ് ഈ പറയുന്നത്? ഇത് മുസ്ലിമിന് പറ്റുമോ? അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുമോ? ഇത് അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് വൃദ്ധകൾ പോലും സൗന്ദര്യം കാണിച്ച് നടക്കല്ല എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്ന വൃദ്ധകളൊക്കെ വരും തന്നെ അള്ളാഹു താല പറയുന്നത്. അവരും വാർദ്ധക്യത്തിലും സൗന്ദര്യം കാണിക്കണ്ട. എന്ത് സൗന്ദര്യം കാണിക്കാനുള്ളത്? ശരീരമൊക്കെ ആകെ ചുക്കി ചുളിഞ്ഞില്ലേ, എന്നാലും ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ ചുളിവ് നിർത്തുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തേക്കാം. അല്ലാതെ എങ്ങനെ നടന്മാരൊക്കെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചത്? സൂപ്പർ സ്റ്റാറുകളൊക്കെ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറി അല്ലാതെ തന്നെ ഇഞ്ചക്ഷനുകളൊക്കെ ചെയ്തിട്ട് തൊലി ചുളിഞ്ഞു നിർത്താൻ പറ്റും. 6 മാസം കഴിഞ്ഞാൽ ഒന്ന് പുതുക്കേണ്ടി വരും, ഇഞ്ചക്ഷൻ പുതുക്കണം മാത്രം. അതൊന്നും ചെയ്യല്ല. അല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരീരം മാ തശിഫു വയസിഫു ഹറാമുൻ, ശരീരം വരച്ചു കാണിക്കുന്ന ഡ്രസ്സ്, ടൈറ്റാക്കി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, ഷിപ്പാക്കാനൊക്കെ പെണ്ണുങ്ങൾ പറയും. അങ്ങനെ പച്ചയിൽ പുറത്ത് ശരീരത്തിന്റെ ആ വഴക്കം കാണുന്ന വസ്ത്രങ്ങൾ, വയസിഫു ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന വസ്ത്രങ്ങൾ, ഹറാമുൻ എന്റെ ഉമ്മത്തികൾക്ക് പെണ്ണുങ്ങൾക്ക് ഹറാമാണെന്ന്, ആണുങ്ങൾക്കും ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മറക്കേണ്ട ഭാഗം ശരിക്കും മറയുന്ന വസ്ത്രമാകണം, ടൈറ്റ് ഫിറ്റ് ആവരുത്. നമ്മളെ മലയാളിയായ ഒരു എഴുത്തുകാരി നമ്മുടെ നാട്ടിലിടയ്ക്ക് ഈ ലെഗിൻസ്, പെണ്ണുങ്ങൾ ധരിക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല ചിന്തയാണ്. അല്ലാഹു തആല നേരത്തെ പറഞ്ഞു അത് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. കാസിയാത്തുൻ ആരിയാത്ത്, ലെഗിൻസ് ഒക്കെ ബനിയന്റെ ചെറിയ ക്ലോത്ത് കൊണ്ട് കാലിട്ട് ഒറൈസിട്ട പോലെ അല്ലേ, ഒറൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. ആ എഴുത്തുകാരി മുസ്ലിമത്തല്ല, പക്ഷെ അവര് പറഞ്ഞു ഇത് ന്യൂഡിറ്റിയാണ്. ഇങ്ങനെയൊക്കെ വസ്ത്രമിട്ട് നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്നോ റേപ്പുണ്ടായി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ പിശാചിനെ ഇടവരുത്തുന്ന രീതിയാണ്, പറ്റില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ഫൽഅനൂഹുന്ന, അവരെ നിങ്ങൾ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെടേണ്ടവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വസ്ത്രം ധരിച്ച് ഫുൾ ഒരു മുടി പോലും കാണുന്നില്ല, മുഖം മാത്രം മുൻകൈ, ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേ അവരിട്ട് ടീഷർട്ടാണ്, ടൈറ്റ് ജീൻസുമാണ്. എന്താണ് ഈ വസ്ത്രം? ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ? മുഖമൊക്കെ ശരിക്കും മക്കനെ മറച്ചിട്ടുണ്ട്, പക്ഷെ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം, ലെഗിൻസ്, ഒന്നും കാണാനില്ല. ഇതല്ല ശരീഅത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത്. ഇതൊക്കെ തോന്നിവാസമാണ്. മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞയച്ചത്. ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയം ഉണ്ടാവോ? റോട്ടിലിറങ്ങിയ വ്യഭിചാരം, ഓഫീസിലെത്തിയാൽ വ്യഭിചാരം, കമ്പനിയിലെ വ്യഭിചാരം, റോട്ടിലെ വ്യഭിചാരം, ഷോപ്പിംഗ് മാളിലെ വ്യഭിചാരം. ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ, ഹറാമിനെ പറ്റി ചിന്തിക്കാനല്ലാതെ മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റി, മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും? യൂറോപ്പിനൊക്കെ സംഭവിക്കുന്നത് അതാണ്. പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ. മൃഗങ്ങൾ പോലും അങ്ങനെയല്ല. ആ ഒരു ജീവിതം അല്ലാഹു തആല അല്ല, നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്, തലച്ചോറ് എന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്. നിങ്ങൾ ഈ പരിപാടിക്കല്ല അല്ലാഹു നിങ്ങളോട് പറഞ്ഞയച്ചത്. നിനക്ക് കുടുംബമുണ്ട്, നീ ഭാര്യയെ സ്വീകരിച്ചോ, നിക്കാഹ് ചെയ്തിട്ട് നിന്റെ ലൈംഗികമായ ജീവിതം നീ അവനുമായി പങ്കുവെക്ക്. പക്ഷേ റോട്ടിലും നാട്ടിലുമല്ല ഇത് വേണ്ടത്. ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അള്ളാഹുവിന്റെ ശറഅ് അംഗീകരിക്കുന്നില്ല. അത് പിക്ചറാവാം, ഒരു പരസ്യ പലകയാകാം, എന്തുമാകാം. ഹറാമാണ് മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നന്നാൽ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യന്മാർ ആലോചിച്ച് നടന്നാൽ വലിയ കുഴപ്പമുണ്ടാവും. എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം. കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും. ശരി തന്നെയാണ്, തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ്.
ഇവിടെ തോന്നിവാസം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സെക്കുലർ വാദക്കാർ, അവർക്കത് പ്രശ്നമാണ്. ഇവിടെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. മനുഷ്യന് ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമം അവർ എത്രയും കൂടുതൽ അവർ ചാരിത്രശുദ്ധി സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു സമീഉൻ അലീം. നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ്. വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ എത്രത്തോളം അല്ലാഹുവിന് വിധേയരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം. ചില പെണ്ണുങ്ങൾക്ക് അമ്മായിട്ടൊന്നുമില്ല അങ്ങനെ, അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മറക്കാതെ അങ്ങനെ നടക്കുക. ഒരു ബാഗ് ഉണ്ടാവും, ബാഗിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും. ഞാൻ നിസ്കരിക്കുന്നതാണ്, ഞാൻ നിസ്കരിക്കും, നിസ്കാര കുപ്പായന്റെ കയ്യിലുണ്ട്, ഇവിടെയുള്ള വസ്ത്രം. ദീനാണ് വിളിച്ചറിയിക്കുന്നത്. നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. സ്വപ്നം അവിടുന്നേക്കുണ്ടാകുന്ന സ്വപ്നം വഹ്യാണ്, അള്ളാഹുവിന്റെ വിവരമാണ്, അള്ളാഹു നൽകുന്ന റെവലേഷനാണ്, അംബിയാഇന് നൽകുന്ന വിവരമാണ് സ്വപ്നം. സ്വപ്നം റിയാലിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം റിയലാണ്, അള്ളാഹു തആല നൽകുന്ന സന്ദേശമാണ്. ബൈനാ അന നായിമുൻ, ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കെ എന്റെ ഉമ്മത്തികളിലെ ഒരുപാട് ആളുകളെ അല്ലാഹു തആല എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. കുറെ ആൾക്കാർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കെല്ലാം വസ്ത്രമുണ്ട്. ചില ആളുകൾക്ക് നെഞ്ചുവരെ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് അതിന്റെ താഴെ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് കാൽമുട്ട്, ചില ആളുകൾക്ക് നെറ്റുവരെ, ചില ആളുകൾക്ക് കഴുത്തുവരെ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞവർ. وعرض علي عمر بن الخطاب رضي الله عنه എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. وعليه قميص يجره, അവർക്കൊരു കമീസ് ഉണ്ട്, അതങ്ങ് നിലത്തെ കഴിഞ്ഞ് വലിച്ചു നീട്ടി പിടിച്ച് അടക്കുകയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖാലൂ, സ്വപ്നാണ്. വസ്ത്രം ധരിക്കുന്നത് എന്താണെന്നല്ല ഇവിടെ, വലിച്ചു നീട്ടിയതിന്റെ ഹുക്കുമല്ല ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയേ? സ്വഹാബത്ത് ചോദിച്ചു. അവർക്ക് അല്ലാഹു നൽകുന്ന ദീനാണ് ഞാനാ കണ്ടത്. ഉമർ ഫാറൂഖ് തങ്ങൾക്കുണ്ടായ അത്രയും വലിയ നീളമുള്ള വസ്ത്രം, അത്രക്ക് ദീനുള്ള മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അമൃതങ്ങളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം അല്ലേ? ആ അമൃതങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം എടുത്തത് ആതിക ബിബി റളിയല്ലാഹു അൻഹയുടെ ബാക്കിൽ തോണ്ടിയത് എന്താ? ഈ ഹദീസൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. ദീൻ, ഏറ്റവും നല്ല ദീനുള്ള ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. എന്നിട്ട് ആ ചെയ്തത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ ദീൻ അതാണ്. ആര് ചെയ്തത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇനി 8ആണോ 20ആണോ വെച്ച് തർക്കങ്ങളും ഒക്കെ നടക്കും. റൂമിൽ ആകെ വെച്ച റൂമില് സുപ്ര വിരിച്ച പിന്നെ ചർച്ച അതാണ്. പിന്നാരെ മോനെ, നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട, നിനക്ക് 8 മതി, നീ കുഴങ്ങണ്ട, നീച്ചു പോയിക്കോ. പക്ഷേ 20 ആരെങ്കിലും നിസ്കരിക്കണമെങ്കിൽ പോലെ നീ നിരുത്സാഹപ്പെടുത്തണ്ട, ഒരു നിസ്കരിച്ചോട്ടെ. അത് ആര് ചെയ്ത പണിയാണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ 20 റക്അത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ചെയ്തത്? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീനുണ്ടായ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മേലെ തല പോയാൽ 8 കിട്ടും. ഉമർ തങ്ങളുടെ ദീനിൽ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന സുന്നത്ത് സ്വീകരിക്കലും കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പുറത്താവൂലേ? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലേ ഉമർ ഫാറൂഖ് തങ്ങളെ? ഉമറുൻ ഫിൽ ജന്ന, ഉമർ തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ ഒരാൾ ചെയ്ത പണിയെ നീ എന്തിനെ എതിർക്കണം? നിനക്ക് എന്ത് ഹദീസ് അറിയാം? നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആയിഷ ബീവിന്റെ ഹദീസ് നീ ആരാണത് പറയാൻ? 4 മദ്ഹബിന്റെ ഇമാമുമാർ, ലക്ഷക്കണക്കിന് ഹദീസുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ, അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത്? ഒരു പുസ്തകം മനഃപ്പാടമാക്കിയ ആളുകളാണെന്നോ? 4 മദ്ഹബിന്റെ ഇമാമുമാർ, none of them, ഒരാൾക്ക് പോലും അഭിപ്രായമില്ല അത് 20-ൽ താഴെയാണെന്ന്. 4 മദ്ഹബിലും 20. അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റോട്ടിൽ ചർച്ച ചെയ്യല്ല, ദീന് വെച്ച് കുതിര കയറല്ല. ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം. നമ്മളല്ല ഹദീസ് എടുത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കേണ്ടത്. നിസ്കരിച്ചോട്ടെ, നീ എങ്ങാനും അവന്റെ ഇബാദത്ത് മുടക്കിയാൽ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് മടിയന്മാർ 8 കഴിഞ്ഞ് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ, അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ 8 കഴിഞ്ഞ് പോയിക്കോട്ടെ. പക്ഷേ
20 പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമുമാർ, ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങൾ, അവരെക്കൊന്ന് പരിഗണിക്കണ്ടേ? അവരെ പരിഗണിക്കുന്നവരെ നീ കുറ്റം പറയല്ല, അവരെ കളിയാക്കല്ല, അതും ദീന് തന്നെയാണ്, ആരും കുറ്റം പറയല്ല, ഇതില്ല എന്ന് പറയല്ല, ദീനാണ്. ആരാണ് ഈ ഏറ്റവും വലിയ ഡ്രസ് വലിച്ചു നടന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ബിമാ അവൽതഹു യാ റസൂലല്ലാഹ്. എന്താ നബിയെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത്രയും വിഷയമുള്ളൂ. എന്തിനാണ് ഈ ഒച്ചപ്പാട്? എന്തിനാണ് ഈ കളിയാക്കലൊക്കെ? ആലിമീങ്ങൾക്ക് 2 അഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല. 2 അഭിപ്രായങ്ങളാണ്. നായ നജസാണെന്നും ത്വാഹിറാണെന്നും അഭിപ്രായമില്ലേ മദ്ഹബുകളിൽ? ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അങ്ങോട്ട് ഇത് തെറ്റാണെന്നും ശിർക്കാണെന്നും ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആലിമീങ്ങളുടെ അഭിപ്രായമാണ്. നീ അത് സ്വീകരിച്ചോ, നീ ഇത് സ്വീകരിച്ചോ. കിലാഹുമാ ദീൻ, രണ്ടും ദീനാണ്. പക്ഷെ നീ കുറ്റം പറയല്ല, ഇതില്ല എന്ന് പറയല്ല, ഇത് ബിദ്അത്താന്ന് പറയല്ല, ഇത് ഇസ്ലാമിന് പുറത്താന്ന് പറയല്ല. അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ്. ഉലമാഇന് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിയമത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഇതാണ് 4 മദ്ഹബുകളിലൂടെ ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം. ഇതാണ്. അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലേ? ഒരു ഹദീസ് പിടിച്ച് അവൻ പിടിച്ചത് മാത്രമാണ് ശരിയെന്ന വിചാരം. എന്ത് സങ്കുചിതത്വമാണിത്? എന്തൊരു നാരോ മൈൻഡഡ്നെസ്! ഇങ്ങനെയൊക്കെയാണോ അല്ലാഹുവിന്റെ ദീൻ? എത്ര വിശാലമാണ്, എത്ര വിശാലമാണ്. അതുകൊണ്ട് ആരും ഇബാദത്തിന്റെ വിഷയത്തിൽ കുറ്റം പറയല്ല. നിങ്ങളുടെ അഭിപ്രായം നീ സ്വീകരിച്ചോ, നീ 8 നിസ്കരിച്ചോ, 8 നിസ്കരിക്കാതിരുന്നോ, 20 നിസ്കരിച്ചോ, പക്ഷേ ഒരഭിപ്രായത്തെ നീ എതിർക്കല്ല, അതിനും തെളിവുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ നമ്മുടെ ഉലമാ ആണ്. എവിടെയെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടോ എടുത്തോളി എന്ന് പറയുന്നത്. അതാണ് ബറാഅത്തിന്റെ രാവ വരാൻ പോകുന്നത്. നമ്മുടെ ഉലമാ പറഞ്ഞെന്ന രാത്രി നിങ്ങൾ 3 യാസീൻ ഓതിക്കോ, ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ, ദീർഘായുസ് കിട്ടാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ സൂറത്ത് ദുഖാൻ ഓതിക്കോ. പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ. ഉലമാഇന്റെ അഭിപ്രായം ഹദീസുകൾക്കനുസരിച്ചാണ്. അവരുടെ സ്വീകരിച്ച ഹദീസ് നമുക്കറിയില്ല, പക്ഷെ അതിന് തെളിവുണ്ട്. ഒരു കൂട്ടർ പറയാം ഇല്ല എന്ന് ഓക്കെ, നിങ്ങൾ ഇല്ല വേണ്ടാന്ന് വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഉണ്ട് എന്ന ഉലമാഇനും പരിഗണന കൊടുക്കണ്ടേ? അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോറ്റോളി കൂലി കിട്ടും. ചീട്ട് കളിച്ചോളി എന്നാണോ ഈ പറഞ്ഞത്? നോമ്പ് നോറ്റോളി, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോറ്റോളൂ, കൂലി കിട്ടും. തന്നെയുമല്ല, ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുള്ള രാവാണ്. ഓരോ മാസത്തെയും 13, 14, 15, അറബ് മാസത്തെ 13, 14, 15 അയ്യാമുൽ ബീളാൻ. സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള രാവുകളാണ്, പകലുകളാണ്. സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ്. ശഅബാൻ 15 അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത്. അതിന് മഹത്വമുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഇബാദത്ത് എടുത്തോളി, ഒന്നും കുറയണ്ട. ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ. ഒരു അമലും കുറഞ്ഞു പോകണ്ട. ഇസ്രാ മിഅ്റാജ് വന്നു, ഒന്നും ചെയ്യണ്ട, അതിന് കുഴപ്പമില്ല, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ, നിന്റെ അഭിപ്രായം. പക്ഷെ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും ഉലമാ പറഞ്ഞു. അതാരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഇൽമ നഷ്ടപ്പെട്ടൂലേ? ഞങ്ങളത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് നോറ്റോളി. ഇതാ സമൂഹത്തോട് സമസ്യ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ എന്ത് ദുൽമാണ് ചെയ്തത്? അള്ളാഹു നമുക്ക് ഇൽമും അമലും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ ധാരാളം ചെയ്തേക്കും, ലിമിറ്റ്ലെസ്, ധാരാളം ചെയ്തേക്കണം. അത് നമ്മളാരും മുടക്കണ്ട. നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോ, മിണ്ടാതിരുന്നേക്കണം. ആരെയും മുടക്കണ്ട. നന്മകൾ വർദ്ധിക്കട്ടെ, നന്മകൾ ധാരാളം ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അബാദികളെ കുറിച്ച് ചോദ്യം. ഒമാനിലേക്കുള്ള അബാദി വിഭാഗമുണ്ട്, അവരെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അതായത് ജാബിർ ഇബ്നു സയ്യിദ് അൽ-അസ്ദി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ഒരു മഹാനാണ്. താബിഈങ്ങളിൽ പ്രമുഖനായ ഒരു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് ജാബിർ ഇബ്നു സയ്യിദ് അൽ-അസ്ദി റളിയല്ലാഹു അൻഹു. അവരാണ് ഈ മദ്ഹബിന്റെ സ്ഥാപകൻ എന്നാണ് പ്രബലമായ അഭിപ്രായം. അവർക്ക് ഇമാമിങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇസ്ലാമിന് പുറത്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിഭാഗീയത ഉണ്ടെന്നോ എന്നൊന്നും വിഷയമില്ല. അവർ അംഗീകരിക്കപ്പെട്ടു പോരുന്നുണ്ട്. പക്ഷെ 4 മദ്ഹബുകളുടെ ഭാഗമല്ല. അവർക്ക് അവരുടേതായ മദ്ഹബാണ്, അവർക്ക് അതിന് തെളിവുകളുണ്ട്. മുടി കറുപ്പിക്കുന്നതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചിരുന്നു, മുടി കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? ഇതൊന്നും മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിൽ ഉലമാഇന് ഏകഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മദ്ഹബുണ്ട്. ഒന്ന്, യുദ്ധങ്ങളിൽ സംബന്ധിക്കുന്ന കാലത്ത് ശത്രുക്കളുടെ മുമ്പിൽ മുസ്ലിമീങ്ങളൊക്കെ 1-ാം നമ്പർ ചെറുപ്പക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ അവർ താടിയും മുടിയൊക്കെ കറുപ്പിച്ചിരുന്നത് ജായിസാൻ. കാരണം അൽ ഹർബ് ഖുദ്അ, യുദ്ധത്തിൽ ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, അത് ജായിസാണ്, എല്ലാവർക്കും ജായിസാണ്. അഭിപ്രായം ഏകഭിപ്രായമാണ് 4 മദ്ഹബിലും. ഹറാമാണെന്ന് 4 മദ്ഹബിലും അഭിപ്രായം ഇതാണ്. ഒരു മനുഷ്യൻ ആളെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്യുക. 60 വയസ്സായിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി പോവാൻ, ഇത് ഹറാമാണ്, ഖുദ്അത്താണ്.
അല്ലെങ്കിൽ പെണ്ണ് തലക്ക് നരച്ച ഒരവസ്ഥയിലാണ്, അതൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് കറുത്ത മുടിയാക്കി കാണിച്ചു കൊടുത്ത് വഞ്ചിക്കുക, ഇത് ഹറാമാണ്, കുറ്റകരമാണ്. 4 മദ്ഹബിലും അങ്ങനെയാണ്. ഇനി മഖാമു ഇഖ്തിലാഫിൻ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഘട്ടമുണ്ട്. മദ്ഹബുൽ മാലികിയ വൽ ഹനാബില, ഹംബലികളും മാലിക്കി മദ്ഹബിലും ഹനഫി ശാഫിഈ മദ്ഹബിലെ ഒരു അഭിപ്രായം അനുസരിച്ചും അൽ കറാഹ, ഇത് കറാഹത്താണ് എന്ന അഭിപ്രായമാണ്. പക്ഷേ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതല്ല. മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും കറുപ്പിക്കൽ കറാഹത്താണ്, കറാഹത്തു തൻസീഹിൻ എന്നാണ് മദ്ഹബിന്റെ അഭിപ്രായം. പക്ഷേ ഇത് ഹറാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം ശാഫിഈ മദ്ഹബിലും ഹനഫിയിലും. ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ പറയുന്നു, ഇത്തഫഖൂ ഐ ശാഫിഈയ, ശാഫിഈ ഇമാമമാർക്ക് ഏക അഭിപ്രായമാണ് അലാ ദമ്മി ഖിദാബിർ റഅസി വൽ ലിഹ്യതി ബിസ്സവാദ്, തലയിലും താടിയിലും നരച്ച മുടികൾക്ക് കറുത്ത നിറം നൽകുന്നത് ഏറ്റവും ആക്ഷേപിക്കപ്പെടേണ്ട വിഷയമാണെന്ന് ശാഫിഈ ഇമാമിങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല തന്നെ. അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു അവരുടെ ഗ്രന്ഥമായ ഇഹ്യയിലും വൽ ബഗ്വി ഫി തഹ്ദീബ്, ഇമാം ബഗ്വി തങ്ങൾ അവരുടെ തഹ്ദീബിലും വആഖറൂന മിനൽ അസ്ഹാബ്, മറ്റു ഒരുപിടി അസ്ഹാബുകളും ശാഫിഈ ഇമാമിന്റെ അസ്ഹാബും പറയുന്നത് ഹുവ മക്റൂഹുൻ, ഇത് കറാഹത്താണെന്നാണ്. പ്രത്യക്ഷത്തിൽ തോന്നിയാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടും, ചെയ്താൽ കുറ്റമില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ സ്വഹീഹായ അഭിപ്രായം അവിടുത്തെ ശരിയായ അഭിപ്രായവും അന്നഹു ഹറാം, അത് ഹറാമാണെന്നാണ്. ഇത് നമ്മുടെ ശാഫിഈ മദ്ഹബിന്റെ പ്രബലനായ ഇമാം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ട, ഇതിലപ്പുറം മദ്ഹബിൽ വേറെ അഭിപ്രായമില്ല. അപ്പോ കറാഹത്താണെന്ന ഉലമാഇന് അഭിപ്രായമുണ്ട്. പക്ഷേ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അത് നിഷിദ്ധമാണെന്നാണ്. കാരണം അതിലൊരു തരം വഞ്ചനയുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മഞ്ഞ നിറമോ ചുവപ്പ് നിറമോ കൊടുക്കൽ സുന്നത്തുമാണ്. വെളുത്തത് വെളുപ്പാക്കി തന്നെ സൂക്ഷിക്കണ്ട എന്നാണ്. അതിന് ഒരു മഞ്ഞ നിറമോ ചുമന്ന നിറമോ കൊടുക്കൽ സുന്നത്താണ്. അത്തരം മൈലാഞ്ചി ഉപയോഗിക്കുക. മൈലാഞ്ചിക്ക് തന്നെ ബ്ലാക്ക് കൊടുത്താലോ? ബ്ലാക്ക് ഹിന്ന മാർക്കറ്റിൽ ഉണ്ട് എന്നൊക്കെയാണ് അതിൽ ഏറ്റവും വലിയ രസം. അപ്പോ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് കൂലി ഏറ്റവും കിട്ടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും നല്ല സൂക്ഷ്മതയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? ശാഫിഈ മദ്ഹബിൽ ഇത് ഹറാമാണ്, നമ്മുടെ ഉലമാഇന്റെ അഭിപ്രായം അതാണ്. അല്ല, കറാഹത്താണ് എന്ന് ഒരു പക്ഷം ഇമാമിങ്ങൾക്ക് അഭിപ്രായം. മാലിക്കി ഹംബലി മദ്ഹബുകളിൽ പ്രബലമായ അഭിപ്രായം അത് കറാഹത്താണെന്നാണ്. എന്നാ പിന്നെ ഞാൻ മാലിക് ആയിക്കോട്ടെ അല്ലേ? നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളത് അസ്വഹി സ്വീകരിക്കുന്നോ, പ്രബലമായ അഭിപ്രായം സ്വീകരിക്കുന്നുവോ, അല്ല ഇമാമിങ്ങളുടെ മറ്റഭിപ്രായം സ്വീകരിക്കുന്നുവോ? പല്ല് നടുന്നതിനെ കുറിച്ച്, പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അത് ജായിസാണ്. ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു, ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തിട്ട് വെച്ചോ, എടുത്തു കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഒരു മയ്യത്ത് പല്ല് വായിൽ വെച്ചിട്ട് നമ്മൾ കഫൻ ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. പക്ഷെ നമ്മളത് എടുത്തു മാറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ്. പല്ല് വെക്കുന്നതിന് എന്തില്ല, വിരോധമില്ല, കുഴപ്പമില്ല. പുരികം പ്ലക്ക് ചെയ്തിട്ട് ഷേപ്പാക്കുക, ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല എന്നാണ്. നമ്മൾക്ക് ഇപ്പോഴത്തെ സലൂണുകാർ തുടങ്ങിയതാണ്. അല്ല, അന്നേ ഉണ്ട് ഈ ടാറ്റൂയിങ് ഒക്കെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചകുത്തുന്നവൻ, ടാറ്റു ചെയ്യുന്നവനും അത് ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നവനും ശപിക്കപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി ചേർത്ത് വെക്കുന്നവൻ, അത് ചേർത്ത് പിടിപ്പിക്കുന്നവൻ, പിടിക്കാൻ ആവശ്യപ്പെടുന്നവൻ മൽഊനുൻ, ശപിക്കപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഉണ്ടായിരുന്നു. ലഅന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസ വൽ മുതനമ്മിസ, ഈ ഐബ്രോ പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു എന്ന സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു തആല വെച്ച ചുർക്ക് പോലെ അതിലും വലിയ ഡിസൈനർ ആണോ നമ്മൾ? അല്ലാഹുവിന്റെ ആ ഡിസൈൻ നീ അങ്ങനെ തന്നെ വെച്ചേക്ക്. ഫിത്രത്തുല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ, അല്ലാഹുവിന്റെ ആ ഫിത്രത്ത് അങ്ങനെ തന്നെ വെച്ചേക്ക്. അത് നീ പറിച്ചെടുക്കൽ കുറ്റകരമാണ്, ചെയ്യേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ആ ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം. പിന്നെ ശഅബാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിന്റെ വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ, ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചതിനേക്കാളും വേറെ ഒരു കാലത്തും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചത് ഞാൻ കണ്ടില്ലെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സ്വഹീഹ് ബുഖാരി മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്. ശഅബാൻ അവസാനത്തേക്ക് എത്തിയാൽ റമളാനിന്റെ തൊട്ട് മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ നോമ്പ് എടുക്കാതിരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം റമളാനിലേക്ക് ചേരുമ്പോൾ അത് മിക്സ് ആയി പോകും, സുന്നത്തും ഫർളും.
അല്ലെ? അയ്യാമു ശക്ക്, ഷഅബാൻ 30 ആണോ അല്ലേ എന്ന സംശയമുള്ള, ഷഅബാൻ അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള അവസാന ആ പകലിലും നോമ്പ് നോൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പരിശുദ്ധമായ ബറാഅത്ത് രാവാണ് വരുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. ഒരാൾ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ല, അങ്ങനെ പറഞ്ഞോട്ടെ അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുമ്പോൾ കാര്യമായ ബാധ്യതകളൊക്കെ ഒഴിവായില്ലേ, ഒന്നും ചെയ്യണ്ടല്ലോ. ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ കൊടുക്ക്, ഇല്ല എന്ന് പറയാൻ എന്തൊരു സുഖാണ്. ഇതൊക്കെ നമുക്ക് ബോധില്ല ഇല്ല. പക്ഷെ അള്ളാന്റെ ദീൻ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? അതിലുള്ളത് പോലെ പറയണ്ടേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹു തആല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ. ഞാനത് ചെയ്തോ ഇല്ലേ, ഞാനും പടച്ചോനും തമ്മിലുള്ള വിഷയം. നിങ്ങൾക്ക് ആ ഇൽമിനെ ഞാൻ നിഷേധിക്കണം അല്ലേ? അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതാവൽ ഫിഖഹിയ്യൽ കുബ്ര ബഹുമാനപ്പെട്ടവരുടെ ഫതാവയിൽ പറയുന്നു, വഅമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ, അത് സുന്നത്താൻ. ബറാഅത്തിന്റെ പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താൻ. മഹാനായ അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പറയാൻ, അത് മാത്രമല്ല മിൻ ഹൈസു കൗനിഹി മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്, ആയിക്കോട്ടെ അയ്യാമുൽ ബീദിലെ ആ ഓരോ മാസത്തെയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുള്ള 3 ദിവസങ്ങളിൽ 13, 14, 15 വരുന്ന 15ാമത്തെ ദിവസവുമാണല്ലോ അത്. അതുകൊണ്ട് എന്തായാലും സുന്നത്ത് തന്നെ അല്ലേ? മഹാനായ ഇമാം അല്ലാമ സ്വാബി റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വനുതിബ സൗമു യൗമിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാന്റെ പകൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇത് നമ്മളാരും ചെയ്തില്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ നിലനിർത്താനും ഇത് ലോകത്ത് നഷ്ടപ്പെട്ടു പോകില്ലേ? ഇതൊന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ കുറച്ച് കൂട്ടരുത് ചെയ്യാം. കാരണം ഉലമാഇന് അഭിപ്രായമുണ്ട് അല്ലെ? ആ ഇൽമിനെ നമ്മൾ സംരക്ഷിക്കുക. അല്ലാഹു തആല കൂലി തരും. പിന്നെ ഹറാം അല്ലല്ലോ നമ്മൾ ഈ പറയണത്. മോശമായ കാര്യമാണോ നോമ്പ് എന്ന് പറഞ്ഞത്? അല്ലല്ലോ. നീ എപ്പോഴും ചെയ്തോളൂ, വല്ല കുഴപ്പമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ നോൽക്കരുതെന്ന് പറഞ്ഞ പെരുന്നാളിനാണ്, അത് നോൽക്കണ്ട. അല്ലാത്തൊക്കെ നോട്ടോളി, സുന്നത്തുള്ള കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വ്യഭിചാരം ചെയ്ത ഒരാൾ ഇപ്പോൾ അതിന് പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് എന്താണ് ചെയ്യുക? 100 അടി എന്നത് ഇപ്പോൾ നിലവിലില്ലല്ലോ. കല്യാണം കഴിക്കാത്ത വ്യക്തിയാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ അല്ലാഹു തആല പറഞ്ഞത് ജഡ്ജിയുടെ മുമ്പിലേക്ക് വിഷയം എത്തിയാലാണ്. മോഷ്ടാവിന്റെ കൈ മുറിക്കപ്പെടുന്നു പറഞ്ഞത് എപ്പോഴാ? ഇസ്ലാമിന്റെ കോർട്ടിലേക്ക് ഈ വിഷയം എത്തിയാൽ ശിക്ഷ അതാണ്. പക്ഷേ അത് കോർട്ടിലേക്ക് എത്താതെ നിങ്ങളും